വാങ്ങിക്കൂട്ടിയ താരനിരയും അവർക്കായി മുടക്കിയ വൻതുകയും പരിഗണിച്ചാൽ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ 2 സീസണിൽ കിരീടമണിയേണ്ടവരായിരുന്നു ചെൽസി. അമേരിക്കൻ നിക്ഷേപകർ ഏറ്റെടുത്ത ശേഷം 5 സീസണിലായി 11,000 കോടി മുടക്കി ടീം വാങ്ങിക്കൂട്ടിയത് 39 താരങ്ങളെ. സമീപകാലത്തൊന്നും ഇംഗ്ലണ്ടിലോ ഇംഗ്ലണ്ടിന് പുറത്തോ ഒരു ടീമും ഇത്രയും തുക ട്രാൻസ്ഫറിനായി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അമേരിക്കക്കാരനായ ടോഡ് ബോഗലിയും ക്ലിയർ ലേക്ക് ക്യാപിറ്റലും ചേർന്ന് റോമൻ അബ്രോവിച്ചിൽ നിന്ന് 2022 മെയ്യിലാണ് $320 കോടി നൽകി ചെൽസിയെ വാങ്ങുന്നത്. എന്നാൽ തുടർന്ന് ചെൽസി ഗതി പിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാറി വന്നത് 5 പരിശീലകർ. ഓരോ ട്രാൻസ്ഫർ കാലത്തും മാറി വന്നത് നിരവധി കളിക്കാർ. പെഡ്രോ നെറ്റോ, യാവോ ഫെലിക്സ് എന്നീ വിങ്ങർമാർ കൂടിയെത്തിയതോടെ 43 പേരുണ്ട് ടീമിലിപ്പോൾ. മിഗേലോ മുഡ്രിയാക്, റഹീം സ്റ്റെർലിംഗ് എന്നിവരടക്കം 5 വിങ്ങർമാർ നേരത്തെയുള്ള ടീമിലാണ് പിന്നെയും 2 പേർ അതേ പൊസിഷനിലേക്ക് എത്തുന്നത്. പുതുതായി നെറ്റോ എത്തിയതോടെ സ്റ്റെർലിംഗ് ആദ്യ പട്ടികയ്ക്ക് പുറത്താവുകയും ചെയ്തു. ഇങ്ങനെ പുറത്ത് വെറുതെ പരിശീലനവുമായി 20 പേരുണ്ടെന്നതാണ് കൗതുകം. ചിൽവെൽ, ആക്സൽ ഡിസാസി, ചെലബോ, കാർണി ചുക്കമേക്ക എന്നിവരൊക്കെ ഈ നിരയിലുണ്ട്. ഈ സീസണിൽ മാത്രം 11 പേരാണ് പുതിയതായി ടീമിലെത്തിയത്. 28ഓളം സീനിയർ അംഗങ്ങളായുള്ള മറ്റൊരു ടീം എവിടെയുമില്ല. ഇതൊക്കെയായിട്ടും കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ചെൽസി ഫിനിഷ് ചെയ്തത് 6ാമതായാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.